ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മഴയെല്ലാം പെയ്ത് തോർന്ന് വരുന്ന സമയമാണേ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ നമ്മളെ ചായയുടെ കടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശയാണ് ചൂടുന്നത്. അപ്പോൾ ദോശ ഇത് അരിയല്ല, നമ്മളെ മൈദ മാവും പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് റവയില്ലേ അതും കൂടി ഇട്ടിട്ട് ഇന്ന് ദോശ ചൂടാന്ന് വെച്ചത്. അപ്പോൾ ദോശയിൽ വെറൈറ്റികൾ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കലാന്ന്. അപ്പോൾ കുഴപ്പമില്ല, നല്ല ദോശയേനും കേട്ടാ. ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്ത് കാര്യമായിരിക്കും? കേൾക്കാൻ പറ്റുന്ന കാര്യം പറയാവൂ. എന്നാന്ന് എനിക്ക് തോന്നി നിന്റെ കൈന്റെ വേക്കിൽ എന്തോ ഉണ്ട്. നേരം ഉണ്ട്, ആ ദോശ ഇടുന്നല്ലേ. സാറില്ല എന്നാ നിങ്ങൾക്ക് സ്കൂളിൽ നല്ല ചോറും കറിയല്ലേ ഇല്ലേ? ഇനി ഉരുളക്കിഴങ്ങ് കൊണ്ടോണ്ട ആവശ്യം എന്നാ? അനക്കറിയില്ല ഉണ്ടാക്കേ? അറിയില്ല ഇതെങ്ങനെ ഉണ്ടാക്കുക? അതെങ്ങനെ ഉണ്ടാക്കിയേ? ഇത് പകുതിയാക്കുക, വലിയ ഉരുളക്കിഴങ്ങ്. എന്നിട്ട് ഓല് കളയുക, എന്നിട്ട് വട്ടത്തിൽ അരിഞ്ഞിടുക. അത് സ്ലൈസ് ആക്കുക. എന്നിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സ്ലൈസ് ആക്കുന്നതിന് മുളക് പൊടി, മുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ടെന്നാ പൊരിച്ചെടുക്കുക ദോശക്കല്ലില്. എന്നിട്ട് ബർഗന എണ്ണയൊന്നും ഒഴിക്കാണ്ട്. എന്നാ പിന്നെ ഇപ്പൊ ആയില്ലേ? ഉരുളക്കങ്ങ് വെച്ചായില്ലേ? ഒരു രണ്ടും പല്ല് തേച്ചാട്ടെ. അതിന്റെ എണ്ണ തൂക്കണം. നിങ്ങൾ യൂണിഫോം ഇട്ട പോലെ ഉണ്ടല്ലോടാ, രണ്ട് ചോപ്പ്. സമയം എത്രയായിന്ന് അറിയാം മക്കളെ? 8 മണിയാകാനായി. പോയിട്ട് വേഗം ഒരു തുള്ളി ഉറ്റിയാല്. ഗ്യാസ് ഉറ്റിയില്ലേ? നല്ല മെല്ല അധികം ഇതിലാക്കറ്. അതന്നെ, അതെന്തിനാ പകുതിയാടെ വെച്ചിന്? മതി ഇനി പോയിക്കോ, പോയിട്ട് പല്ല് കുളിക്ക്. എടാ മതി. അയ്യോ കൊളാക്കി. നീ പോയാ പോയിക്കോ പല്ല് വേഗം ചെല്ലേ. നീ അവിടെ വെക്ക്, നോക്കാം സമയം ഉണ്ടെങ്കിൽ. ദോശ സമയം ഉണ്ടെങ്കിൽ പൊരിച്ചുതരാം. തുടക്കട്ടെ ഒരു വല്ല ഹിന്ദി പറയാ. ചുപ്ചാപ്പ് ബൈറ്റോന്നായിരിക്കും. ഇരിക്കൂ ബൈത്തോ. പോടാ ഇനി അതല്ല ഒന്നുകൂടെ കാണിച്ചാ. എടേ ഓരൊറ്റ ഇരുത്തിരിക്കും, നിന്നെ വീപ്പിക്കൂ. ഇല്ല, ഞാനിവിടെ അമർന്നിരുന്നിട്ടാണ്. എന്റെ ഒരു വല്ലേക്ക് ദാടി തുടങ്ങി. ഇനി സ്കൂളിൽ പോകേണ്ട സമയമാകുമ്പോ ഒരു പടക്കലായിരിക്കും. ദേവുട്ടി എനിക്ക് മുടി കെട്ടായിരുന്നാലും വേഗം പോയിട്ട് പല്ലൊക്കെ. രാവിലെ എപ്പോൾ നേരം പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഇപ്പം കണ്ടത്. രണ്ടാളും തമ്മാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും എല്ലാം പറയും, പിന്നെ അടിയാവും. പിന്നെ അവരെ പുറകെ നടക്കാനേ എനിക്ക് സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ദേവുട്ടിക്ക് രാവിലെ തന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ പറയുന്നത്, എനിക്ക് ഉരുളക്കിഴങ്ങ് പൊരിച്ചത് വേണമെന്ന്. അങ്ങനെ അത് കൊണ്ടുപോകാനാക്കലാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് ഇട്ടിനേനും ഉരുളക്കിഴങ്ങ് പൊരിച്ചത് കാണിച്ചു തരുമോന്ന്. അപ്പോൾ ഇങ്ങനെയാണേ പൊരിക്കുന്നത്, ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട്. അമ്മ ഇത് നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഫുള്ളുണ്ട് ദേവോ. അതെന്തിനാ മുറിക്കുന്ന പാടി? അയ്യോ, അങ്ങനെ മുറിച്ചാനാവൂല. വേണ്ട അങ്ങനെ മുറിക്കണ്ട. വേണ്ട അങ്ങനെ മുറിച്ചാൽ എത്തൂല. ഇങ്ങനെ കൊണ്ടുപോയാൽ എന്താ പ്രശ്നം? ഇത് വലിയതല്ലേ, കൊറേ കുട്ടികളുണ്ട് നിങ്ങള്. സാധാരണ ഉരുളക്കിഴങ്ങ് ഞാൻ പൊരിക്കൽ ഇങ്ങനെയാണ്. ഇതില് മുളകും ഉപ്പും ഇതെല്ലാം ആക്കി പെരക്കിയിട്ട് ഇത് ദോശക്കല്ലിട്ടിട്ട് നല്ലോണം അപ്പുറം ഇപ്പുറം പൊരിച്ചെടുക്കും. അപ്പം ഇവർക്ക് ഇങ്ങനെ വേണ്ട പോലും. ഇവർക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പം എല്ലാവർക്കും എത്തൂല. അതുകൊണ്ട് മുറിച്ചോ ചപ്പ എന്തോ പേരും തന്ന്. അപ്പൊ അതുപോലെ ഞാൻ മുറിച്ചിടുന്നതാണ്. ഈ പിള്ളേർ രണ്ടും കൂടെ മനുഷ്യനെ ഇട്ടിട്ടില്ലേ വട്ടം കറക്കല. ഇത് ഇങ്ങനെ ആണെങ്കിൽ പൊരിക്കുന്നത് പണിയും എളുപ്പമാന്ന്. ഇതിപ്പോ ഇനി ഇത് മുറിച്ചിട്ടല്ല ആമ്പളേക്ക് ദേവു ബസ്സൊന്നും കിട്ടൂലേ. ഇന്ന് കൊണ്ടുപോക്കണ്ടാവില്ല ചപ്പയും ചുപ്പാച്ചുപ്പയൊന്നും. വേണ്ടിട്ടല്ലേ, കൊറേ വേണ്ടിട്ടാ.
എല്ലാം ടേസ്റ്റ് ഒന്ന് തന്നെയല്ലേ പിന്നെ നാന്നേ. അതറിയാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് പൊരിക്കുന്നതാണ്. ഉരുളക്കിഴങ്ങ് ഞാൻ ആദ്യം വട്ടത്തിലാന്ന് അരിഞ്ഞിട്ട് ആക്കൽ. ഇപ്പം നോക്കുമ്പോൾ ഇതാ ഇവർ ഇങ്ങനെ ആക്കണമെന്ന് പറഞ്ഞിട്ട് അതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടാണ്. അതിലേക്ക് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം ഒഴിക്കുന്നതെന്ന് ഒന്ന് പെരങ്ങാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പെരക്കിയിട്ട് ഇതുപോലെ ദോശക്കല്ലിൽ കുറച്ച് എണ്ണ തടവിയിട്ട് പൊരിച്ചെടുക്കുകയെന്ന്. വേഗം ആവും. കട്ടി കുറഞ്ഞ് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ വേഗം ആവും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ വിചാരിച്ചു ആദ്യമൊന്നും ഞാൻ വലിയ എന്തൊരു ടേസ്റ്റാണ് ഇത് എന്നെല്ലാം വിചാരിച്ചു. പക്ഷേ നമ്മൾ തിന്നു നോക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെറുതെ അല്ല കുട്ടികൾക്ക് ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്കൊന്ന് ആക്കി കൊടുത്തു നോക്കും. നല്ലോണം അവർ ഭക്ഷണം കഴിക്കും. ചോറെല്ലാം ദേവിടിക്കെല്ലാം ഭയങ്കര ഇഷ്ടം ഇത് ഉണ്ടെങ്കിൽ തിന്നാൻ. അപ്പോൾ അവർക്ക് ഉരുളക്കിഴങ്ങ് പൊരിച്ചതെല്ലാം കൊടുത്തു വിട്ട് അവർ സ്കൂളിൽ പോയി. അപ്പോൾ നമുക്കിന്ന് കിട്ടിയത് നത്തലാന്നേ. അപ്പോൾ കുറച്ചധികം നത്തൽ കിട്ടിയിട്ടുണ്ടേനു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കറി വെക്കാം, കുറച്ച് അത് വറവാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അത് വറവാക്കുമ്പോൾ കുറച്ച് ചെറുതായിട്ട് മുറിച്ചിടണം. അപ്പോൾ അതിലേക്ക് പിന്നെ ഉപ്പും മഞ്ഞളും മുളകും കൂടി പെരക്കി വെച്ച്, രണ്ടും കറിക്ക് പെരക്കി വെക്കുന്ന പോലെ തന്നെ കറിക്ക് ഇതും പെരക്കി വെച്ചിട്ടുണ്ട്. അപ്പം നത്തൽ വറവാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിനേനെ. ഞാൻ എഡിറ്റ് ചെയ്യുമ്പം വരെ ഞാൻ ഇതിൻ്റെ അകത്ത് കണ്ടതാണ്. പക്ഷേ ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ നോക്കുമ്പോൾ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയിട്ട്, അപ്പോൾ എങ്ങനെയോ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയതാണ്. അത് നത്തൽ വറവാക്കുന്നത് നമ്മൾ ഉള്ളിയും തേങ്ങയും പച്ചമുളകും മാത്രം ഇട്ടിട്ടാണ്. ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് വാടിയിട്ടാകുമ്പോൾ ഈ നത്തൽ അതിലേക്ക് ഇട്ടിട്ട് പിന്നെ അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ തേങ്ങ ഇടുന്നു. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം നത്തൽ വറവും നത്തൽ കറിയെല്ലാം കൂട്ടി നമ്മൾ ചോറ് തിന്ന് എപ്പോൾ ഈ കറി വെക്കുന്നതും തിന്നുന്നതും കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പം നമ്മളെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് വെറുതെ ഇരിക്കലാന്ന് കേട്ടോ. ഇതെന്താ ഇങ്ങനെ ഇരുന്നിനി കൊരങ്ങൻ ചെത്ത കുറവനിരിക്കും പോലെ ഉറക്കം തെളിഞ്ഞു വന്നിട്ട് ഒന്ന് ചിന്തിച്ചു കൂട്ടുന്നു. ഒന്നുമില്ല ചിന്തിക്കാൻ ചരക്ക് കപ്പല് വഴിയിൽ തങ്ങിപ്പോയാ നമുക്ക് പ്രായമായിട്ടില്ല. ഇപ്പൊ നിങ്ങളെ കൂടി നച്ചിട്ടുണ്ട്. ഇതാ എത്ര നോക്കുക ഒന്ന് അന്റെ ഇന്നാക്കട്ടോ 5 വയസ്സധികമില്ലേ? 5 കേട്ടിട്ടില്ല. പിന്നെ പബ്ലിക് ആക്കുന്നില്ല. അല്ല ആയിക്കോട്ടെ, എന്നിട്ട് അങ്ങനെ കൊറേ ഉണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ ഒന്നിച്ച് പഠിച്ച എന്റെ പ്രായമുള്ള ആൾക്കാർ അധികം ഇപ്പൊ നമ്മളധികം മറ്റേ ഇതെല്ലാം കഴിഞ്ഞില്ല. 10 ആൾക്കാർ എല്ലാവർക്കും നരച്ച് ഡൈ ചെയ്തിട്ട് പോകുന്ന ആൾക്കാർ. നമ്മൾ ഡൈ ചെയ്യുന്നില്ല, ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ അത് കാര്യം അതാ ഞാൻ പറഞ്ഞത്. നരച്ചു പോലും നരച്ചില്ല പോലും. ഇപ്പൊ നരക്കാതെ ആൾക്കാരാണ് പോകുന്നത്. നരച്ച ആൾക്കാർ മാറ്റാം. അതുപോലെയല്ല മറ്റേ പാറ്റ പോകുമ്പോഴാണ് കൊഴിഞ്ഞു പോകുന്നത് ജീവനല്ലേ. അതുകൊണ്ട് നമുക്ക് ഇന്ന് നമുക്ക് സങ്കടപ്പെടുത്തി ഈ വെറുതെ നമ്മൾ ജീവിതം വേസ്റ്റാക്കി കളയാൻ പാടില്ല. എത്ര കാലമുണ്ട് അത്രയും കാലം ഉള്ളതും കൊണ്ട് ഓണം പോലെ. അതുകൊണ്ട് ഇന്ന് പോയി പഴംപൊരി ഉണ്ടാക്കും. നിങ്ങൾ വളച്ച് ചുറ്റി നോക്കി ഇങ്ങനെ പിടിക്കുമ്പോൾ അവർക്ക് തോന്നി എന്തോ അടുത്ത് പഴംപൊരി ഞാൻ ഉണ്ടാക്കിത്തരാം. അതിന് ഇത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു ഇന്നിപ്പോ ഞാൻ വിചാരിച്ചിന് പഴംപൊരി അല്ല പിള്ളേർ വരുമ്പോൾ ചായക്കൊന്നും ഇല്ലാതെ. അപ്പോൾ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നേരം വൈകുന്നേരം ചായൻ്റെ സമയമായേരം ഒരു പഴംപൊരി ആക്കാമെന്നൊരു പൂതി. അങ്ങനെ പഴം ഉണ്ടേനും മൈദ ഉണ്ടേനും മൈദ കലക്കി പഴത്തിൽ മുക്കി നമ്മളൊന്ന് പൊരിച്ചെടുത്ത് പഴംപൊരി. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന മാവെടുത്തിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുത്ത് അത് നല്ലൊരു ടേസ്റ്റാട്ടോ തിന്നാൻ. അപ്പോൾ ഇന്നത്തെ നമ്മളെ കൊച്ചു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.